നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നിട്ട് ഒരു കൊല്ലമാകാൻ പോകുന്നു. 2025 സെപ്റ്റംബറിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നത്. അതിനുശേഷം പലരും അറസ്റ്റിലായി. സ്വാഭാവിക ജാമ്യം കിട്ടി 90 ദിവസത്തിനു ശേഷം ഇവരെല്ലാം പുറത്തിറങ്ങി. ഇതിനൊക്കെ ശേഷമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറും അറസ്റ്റിലാകുന്നത്. അത് UDF സർക്കാർ വന്നതിനു ശേഷമാണ്. അന്നൊക്കെ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ പ്രശാന്ത് വാദിച്ചു കൊണ്ടിരുന്നത് തനിക്കിതിൽ യാതൊരു പങ്കുമില്ല, തനിക്കിതൊന്നും അറിയില്ല, എല്ലാം തെളിയിക്കട്ടെ, ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നൊക്കെയാണ്. പക്ഷേ പ്രശാന്തിൻ്റെ പങ്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തമായി അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ പ്രശാന്ത് റിമാൻഡിലാണ്. UDF സർക്കാർ വന്നതിന് ശേഷം അറസ്റ്റിലായി. ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കോടതി വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്തായാലും പ്രശാന്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശാന്തിനും അജികുമാറിനും കൂടുതൽ പങ്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണ മോഷണവുമായി ബന്ധമുണ്ടെന്ന് ഈ പ്രശാന്തിനും അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുകയാണ്. ഈ രണ്ടുപേരുടെയും ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോഴാണ് പുതിയ തെളിവുകൾ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. പ്രതിഭാഗം വാദം ഇന്നും തുടരുന്നുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശാനുള്ള അനുമതി നൽകാൻ തീരുമാനമെടുത്ത ദിവസം പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുമായി കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ സംസാരിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ ഇപ്പോൾ തെളിവുകൾ നിരത്തി വാദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കോൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ബോർഡ് യോഗം ചേർന്നതിന് മുമ്പ് ഇവർ പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി വാട്സാപ്പിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. എന്നുമാത്രമല്ല അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരിൽ കണ്ടതിൻ്റെ തെളിവുകളും നൽകിയിട്ടുണ്ട്. അജികുമാറിൻ്റെ ശുപാർശയിൽ പോറ്റിയുടെ നേതൃത്വത്തിൽ 2 പേർക്ക് വീട് വെച്ച് നൽകിയിരുന്നു. വീടുകളുടെ താക്കോൽ ദാന ചടങ്ങിൽ അജികുമാറും പോറ്റിയും സംബന്ധിച്ചിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി തേടി മറ്റൊരാളുടെ ഇമെയിലിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിന് അപേക്ഷ നൽകിയത്. അതും അനുമതി നൽകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലുമാണ്. സ്വർണം പൂശലിൻ്റെ 40 വർഷത്തെ വാറണ്ടി പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. ദേവസ്വം സ്വത്തിൻ്റെ വാറണ്ടി സ്വകാര്യ വ്യക്തിയുടെ പേരിലായത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് റദ്ദ് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇതുവരെ അതിൽ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വ്യാജ കരാർ നിർമ്മിച്ചതിലും ഈ 2 പേരും വാദികളാണെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം. അജികുമാറിനും പ്രശാന്തിനുമെതിരെയുള്ള ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണെന്നും ഈ 2 പേർക്കും അസുഖമുണ്ടെന്നുമൊക്കെയാണ് അവരുടെ അഭിഭാഷകർ വാദിച്ചത്. ഇവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് B രാമൻപിള്ള അടക്കമുള്ളവരാണെന്ന്. അപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ദേവൻ്റെ സ്വത്ത് ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി എത്ര വില കൂടിയ അഭിഭാഷകനെ എടുത്ത് ഇറക്കി വാദിക്കുന്നതിലും ഈ പ്രശാന്തിനും അജികുമാറിനും ഒന്നും ഒരു തടസ്സമുണ്ടാകാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല അവിടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. വാസവനിലേക്കും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാരായ വാസവനിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഈ അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല. ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കടകംപള്ളിയെ പണ്ട് എപ്പോഴോ മൊഴിയെടുത്ത് വിട്ടു എന്നുള്ളതല്ലാതെ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോഴുള്ളത്. എന്ന് മാത്രമല്ല പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെയും അറസ്റ്റോടുകൂടി ഇത് ഏകദേശം തേഞ്ഞുമാഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒരു കാലത്ത്, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വന്ന കുറച്ച് മാസങ്ങൾക്ക് ശേഷം എപ്പോഴും കേരളത്തിൽ ഉയർന്നു കേട്ട ഒരു വാർത്ത ഇത് സംബന്ധിച്ചുള്ള വാർത്ത തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഈ കേസും വിസ്മൃതിയിലേക്ക് പോകും. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും BN വാസവനും ഒന്നും ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി മുമ്പ് പ്രതികളൊക്കെ പുറത്തിറങ്ങിയതുപോലെ പ്രശാന്തും അജികുമാറും തിരിച്ചിറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി തേരാപ്പാര നടന്നാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കി നിന്ന് അന്തം വിടാൻ മാത്രമേ കഴിയൂ. എന്ന് മാത്രമല്ല ഇവരൊക്കെ ഇറങ്ങി വന്നാലും രാഷ്ട്രീയ നേതാക്കളാണല്ലോ. ഇവരെയൊക്കെ ബഹുമാനിക്കാനും ഇവരെയൊക്കെ സാറേ എന്ന് വിളിക്കാനും ഇതിൻ്റെയൊക്കെ പുറകെ പോകാനും കുറേ മരപ്പാഴുകൾ ഉണ്ടാകും. ഇവരൊക്കെ ഈ പാർട്ടി എന്തായാലും ചതഞ്ഞ് ജീർണിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്തൊക്കെ ഇനി മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ഇത്രയും വലിയൊരു കൊള്ള കേരളത്തിൽ നടന്നിട്ട് പോലും അതിലെ പ്രതികളൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗതികേട് തന്നെയാണ്. ഒരു സാധാരണക്കാരനെ ഒരു ചെറിയ പെറ്റി കേസിൻ്റെ പേരിൽ പോലും വീട് വളഞ്ഞിട്ട് പിടിച്ച് റിമാൻഡ് ചെയ്യുന്ന ഒരു നിയമമുള്ള നാട്ടിലാണ് ഇതുപോലെയുള്ള പെരുങ്കള്ളന്മാർ, കാട്ടുകൊള്ളക്കാർ ഇപ്പോഴും വിരാജിച്ച് നടക്കുന്നത്. എന്തായിരുന്നാലും പ്രശാന്തിൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. പ്രശാന്തിനും അജികുമാറിനും
എതിരെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനം ഇവർക്ക് ശിക്ഷ കൊടുക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിന് മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ വന്നാലും അതിന് അപ്പീൽ പോയൊക്കെ ഇവർക്ക് മുകളിൽ ചെല്ലുമ്പോൾ തള്ളിപ്പോകും. അതിന് തന്നെ വർഷങ്ങളെടുക്കും. എന്തായാലും അയ്യപ്പൻ്റെ ഒരു ശിക്ഷയിൽ നിന്ന് ഇവനൊന്നും അല്ല, ഇവൻ്റെയൊക്കെ 7 തലമുറയ്ക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയും ആശ്വാസവും എന്തായാലും അയ്യപ്പ വിശ്വാസികളായ ഭക്തർക്കുണ്ട്.